അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം 2 ദിവസം മുൻപ് കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത സീ പ്ലെയിൻ അഥവാ ജലവിമാന പദ്ധതി. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പൂർണ്ണമായി കാണുക. വീഡിയോയുടെ കണ്ടന്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാം ഇവിടെ പരിശോധിക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് റിയാസ്, കേരള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് 2 ദിവസം മുൻപ് ഉദ്ഘാടനം ചെയ്ത സീ പ്ലെയിൻ പദ്ധതി അഥവാ ജലവിമാന പദ്ധതി. ഈ പദ്ധതിയുടെ തുടക്കം എങ്ങനെയായിരുന്നു, ഒടുക്കം എങ്ങനെ ആയിരുന്നു, ഈ 2 കാര്യങ്ങളുമാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. നിങ്ങളും എന്നോടൊപ്പം വരിക. 2013 ജൂൺ 2 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്ത പദ്ധതിയായിരുന്നു ഈ സീ പ്ലെയിൻ പദ്ധതി. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ പദ്ധതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഏതാണ്ട് 10-11 വർഷത്തോളം കാലം കഴിഞ്ഞ് ഇടത് ഗവൺമെന്റിലെ ഒരു പൊതുമരാമത്ത് ടൂറിസം മന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് നീണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. 2013 ജൂൺ 2 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അഷ്ടമുടി കായലിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത പദ്ധതിയായിരുന്നു ഈ സീ പ്ലെയിൻ പദ്ധതി. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിന് കീഴിൽ ഈ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ഉമ്മൻചാണ്ടി തീരുമാനിച്ചിരുന്നത്. ആദ്യ പറക്കൽ അഷ്ടമുടിക്കായലിൽ നിന്നും പുന്നമടക്കായലിലേക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു നിർവഹിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന CPIM-ഉം CPI-യും ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷം ഒന്നടങ്കം തന്നെ കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം ഈ പദ്ധതിക്കെതിരെ ശക്തമായ സമരങ്ങൾ അഴിച്ചുവിട്ടു. അതുപോലെ പദ്ധതി നിർവഹിച്ചിരുന്ന കായൽ പ്രദേശത്ത് അവർ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കക്ക വാരി ജീവിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിക്കെതിരെ ശക്തമായ സമരങ്ങൾ അഴിച്ചുവിട്ടു. ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും. കക്കവാരി ജീവിക്കുന്ന സ്ത്രീകളുടെ, പുരുഷന്മാരുടെ എല്ലാം ജീവിതമാർഗം അടഞ്ഞുപോകും. മത്സ്യങ്ങളുടെ പ്രജനന പ്രക്രിയ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മത്സ്യങ്ങൾ പ്രജനനം നടത്തി പെരുകുന്ന സമ്പ്രദായത്തിന് ഭംഗം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കായൽ പ്രദേശത്ത്, ഈ സീ പ്ലെയിൻ വന്നിറങ്ങുന്ന വാട്ടർ ഡോം പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളെ കായലിൽ ഇറക്കി ശക്തമായ സമരങ്ങൾ അഴിച്ചുവിട്ടു. അതായത് മീൻ മാത്രമല്ല, മറ്റ് ചെമ്മീൻ അടക്കമുള്ള മറ്റ് കായൽ സമ്പത്ത് ഇല്ലാതെയായിപ്പോ. എന്തുകൊണ്ടാണ്? അത് അവിടെ സീ പ്ലെയിൻ ഇറങ്ങിയാൽ അതിലൂടെ ദിനേന 100 കണക്കിന് ബോട്ടുകളും മറ്റു വള്ളങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട്. യന്ത്രവൽകൃത വള്ളങ്ങൾ, ഭീമാകാരന്മാരായ യന്ത്രങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ, ഇതെല്ലാം ഓടുന്നുണ്ട്. ഇപ്പോഴൊന്നും മത്സ്യങ്ങളുടെ പ്രജനനത്തിനൊരു കുഴപ്പവും ഉണ്ടായില്ല. കൂറ്റൻ കപ്പലുകൾ കടലിലൂടെ ഓടുന്നു. അവിടെയും മത്സ്യപ്രജനനത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഇവിടെ ഇതെല്ലാം ഈ സീ പ്ലെയിൻ പദ്ധതി ഇവിടെ വന്നാൽ ഇവിടെ മത്സ്യങ്ങളുടെ പ്രജനന പ്രക്രിയ നടക്കില്ല എന്നാണ് അന്നത്തെ CPIM-ഉം CPI-യും നേതൃത്വം കൊടുത്ത ഇടതു മുന്നണി
ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞത്. അങ്ങനെ നിരവധി വള്ളങ്ങൾ ഈ സീപ്ലെയിൻ ഇറങ്ങുന്ന ഭാഗത്ത് നിന്ന് നിരവധി വള്ളങ്ങൾ കൊണ്ടിടുകയും അവിടെ വലവിരിക്കുകയും ജനങ്ങൾ കക്ക വാരാനും മീൻ പിടിക്കാനും ഒക്കെ ഇറങ്ങി തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ സംഭവത്തെ തുടർന്ന് ഈ വിമാനം പുന്നമടക്കായലിൽ ഇറക്കാനാവാതെ പറന്നു പൊങ്ങിയ അഷ്ടമുടി കായലിലേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ ഇറക്കുകയായിരുന്നു ചെയ്തത്. അതോടുകൂടി ഈ പദ്ധതി അവിടെ സ്റ്റോപ്പായി. പിന്നീട് ഈ പദ്ധതിക്കെതിരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ അന്നത്തെ ഇടതുമുന്നണി നടത്തുകയുണ്ടായി ഈ പദ്ധതിക്കെതിരെ. അങ്ങനെ ഈ പദ്ധതിക്കെതിരെ സമരം LDF ശക്തമാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ഫോർമുല LDFന് മുന്നിൽ വെച്ചു. നിങ്ങൾ ഒരു 3 മാസം ക്ഷമിക്കുക, ഒരു 3 മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നമുക്ക് ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കാം. 3 മാസം ആയിട്ടും ഈ പദ്ധതി നമുക്ക് ദോഷകരമായി ബാധിക്കുന്നു എന്ന് കണ്ടാൽ വേണമെങ്കിൽ നമുക്ക് ഈ പദ്ധതി ഉപേക്ഷിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ റിക്വസ്റ്റ് അംഗീകരിക്കാൻ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ പദ്ധതി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഈ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വിമാനം വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ, ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനം കരക്ക് അടുപ്പിക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ഇറങ്ങാനും കയറാനും ഒക്കെയുള്ള സൗകര്യം, ഈ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉമ്മൻചാണ്ടിക്ക് 12 കോടിയോളം രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും എടുത്ത് ചിലവഴിക്കേണ്ടി വന്നു. ആ 12 കോടി രൂപ ഇടത് സമരത്തെ തുടർന്ന് നഷ്ടമാവുകയായിരുന്നു. വെള്ളത്തിൽ കായം കലക്കി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ കായലിൽ കൊണ്ടുപോയി ഈ 12 കോടി രൂപ കലക്കി കളയേണ്ടി വന്നു. അതാണ് സർക്കാരിനുണ്ടായ നഷ്ടം. അതിന് കാരണക്കാർ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. ഇന്നിപ്പോൾ ഈ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെ മരുമകന്റെയും ഒക്കെ പ്രചാരണം കേട്ടാൽ ഏതാണ്ട് 11-12 വർഷം മുൻപ് ഇവർ ഈ പദ്ധതിക്കെതിരെ പാരവെച്ചതും പദ്ധതിയുടെ അടിയിൽ നിന്ന് തുരങ്കം നിർമ്മിച്ചതും ഒക്കെ കേരളത്തിൽ ജനങ്ങൾ മറന്നു കാണും എന്നാണ് LDF ധരിച്ചത്, ഇടത് ജനാധിപത്യ മുന്നണി ധരിച്ചത്. പക്ഷേ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണ്. പണ്ടൊക്കെ പത്രങ്ങളിൽ വാർത്ത വരും, നമ്മൾ അത് വായിക്കും, 1-2 ദിവസം നമ്മുടെ തലച്ചോറിൽ അതിരിക്കും, അതിനുശേഷം തലച്ചോറിൽ നിന്നും ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ ഡിലീറ്റ് ആകില്ല. ഏത് സംഭവം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി റീടേക്ക് ചെയ്യാൻ സാധിക്കും. പണ്ട് എന്താണ്, ആര് എന്തൊക്കെ ചെയ്തോ അതെല്ലാം നമ്മുടെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും എന്നുള്ള കാര്യം പിണറായി സർക്കാർ, പിണറായിയും മരുമകനും ഒക്കെ ഒന്ന് ഓർത്താൽ നല്ലത്. അപ്പോൾ ഈ വീഡിയോയിലായി കൂടുതലായി ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.